إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരുപാട് സ്തുതിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അല്ലാഹു തആല മനുഷ്യരുടെ കൂട്ടത്തിൽ അവനെ മാത്രം വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി എന്നുള്ളത്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അനേകം കക്ഷികൾ, അതിൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ കടുത്ത ശിക്ഷ നാളെ നരകത്തിൽ, കത്തിയെരിയുന്ന നരകത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരുപാട് ബിദ്അത്തിന്റെ കക്ഷികളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സുന്നത്തിന്റെ ആളുകളുടെ കൂട്ടത്തിൽ മുൻഗാമികളായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും മാർഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന കൂട്ടത്തിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി എന്നുള്ളത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഭവനമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയിലുള്ള ഇതുപോലുള്ള ഒരു മസ്ജിദ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിന് അങ്ങേയറ്റത്തെ നന്ദി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏതൊരു അനുഗ്രഹത്തിനും മഹത്തരമായ നന്ദി റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് നാം കാണിക്കേണ്ടതുണ്ട് എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ചുറ്റുമെല്ലാം നാം ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം അഥവാ അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്ന തിരക്കിലാണ് ആളുകളുള്ളത്. നോക്കൂ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്ന് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ജനങ്ങളിൽ നിന്ന് തന്നെ, മനുഷ്യരിൽ നിന്ന് തന്നെ, മക്കക്കാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് ആ പ്രവാചകനെ നിയോഗിച്ച് തന്നിട്ടുള്ളത്. യത്ലു അലൈഹിം ആയാതി, അദ്ദേഹം ഇതാ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയാത്തുകൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. വയുസക്കീഹിം, അദ്ദേഹം ആ ആയത്തുകളിലൂടെ നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും അവിടുന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് നിങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട ഏറ്റവും വലിയ ജാഹിലിയത്തിലുള്ള, ഏറ്റവും വലിയ അധർമ്മകാരികളായ ഷിർക്കിന്റെയും അതുപോലെയുള്ള തോന്നിവാസങ്ങളുടെയും അങ്ങേയറ്റത്ത് തിന്മകളിൽ മുങ്ങിക്കുളിച്ചിരുന്ന ഒരു സമുദായത്തെ
അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിയെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അവിടുന്ന് ഖുർആനും ഹദീസുകളും പാരായണം ചെയ്ത് അവിടുന്ന് പരിവർത്തിപ്പിച്ചെടുക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ ആ അനുഗ്രഹത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് കത്തിച്ചു വെച്ച വിളക്കുമാടമാണെന്നാണ്. പ്രകാശം നൽകുന്ന വിളക്കുമാടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ധകാരത്തിൽ മുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ വെളിച്ചത്തിന്റെ ആ പാത തുറന്നു കാട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. യാ അയ്യുഹൻ നബി, അല്ലയോ നബിയെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, തീർച്ചയായും താങ്കളെ ഒരു ഷാഹിദായിട്ടാണ്, സാക്ഷിയായിട്ടാണ് ഞാൻ പറഞ്ഞയച്ചത്. ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് സാക്ഷി പറയുന്നതാണ്. വമുബശ്ശിറ, അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത മനോഹരമായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ്. വനദീറ, താക്കീതുകാരനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്നവർക്ക് നരകമുണ്ടെന്ന് താക്കീത് പറയുന്നവനാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അള്ളാഹുവിന്റെ അനുമതിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനായിക്കൊണ്ടും വസിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന ഒരു വിളക്കായിക്കൊണ്ടുമാണ് അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മത്തിന് ഹിദായത്ത് നൽകാൻ, അവരെ എല്ലാ വഴികേടിൽ നിന്നും ശരിയായ പാതയിലേക്ക് നയിക്കാൻ ഈ ഉമ്മത്തിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അള്ളാഹു തആല പറയുന്നുണ്ട്, മാ കുൻത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, നബിയെ, താങ്കൾക്ക് മുമ്പ് എന്താണ് ഈമാൻ എന്നോ എന്താണെന്ന് കിതാബെന്നോ അറിയില്ലായിരുന്നു. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ താങ്കളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആളുകളെ വഴി നടത്തുന്നയാളാണ്, അതിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നയാളാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. അവിടുന്ന് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും അഷ്റഫുൽ ഖൽഖാണത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സലാം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, മാ ഖലഖല്ലാഹു ഖൽഖൻ അക്രമ അലൈഹി മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അങ്ങേറ്റം ആദരണീയരായ ഒരു പടപ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകൾ ചോദിച്ചു, വലാ ജിബ്രായീല വലാ മികായിൽ, ജിബ്രീലും മീകായിലും പോലും അള്ളാഹുവിന് ഒരു ഘട്ടത്തിലും ധിക്കരിക്കാത്ത, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതരായ സ്ഥാനമുള്ള മലക്കുകളായ ജിബ്രീലും മീകായിലും പോലും ഇല്ലേ? അദ്ദേഹം പറഞ്ഞു, വലാ ജിബ്രായീല വലാ മികായിൽ, ജിബ്രീലും മീകായിലും പോലും ഇല്ല. അതിനേക്കാളൊക്കെ ശ്രേഷ്ഠത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് എന്നുള്ളതാണ്. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം, മഖാമൻ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം നൽകുമെന്നുള്ളത് അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് ഖുർആനിൽ 40ഓളം പ്രാവശ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളെ കുറിച്ച് നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് അവർക്ക് നൽകിയ അനുഗ്രഹമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കേണ്ട ബാധ്യതകളെ കുറിച്ച് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ആ ബാധ്യതകളുടെ കാര്യത്തിൽ നാം ഓരോരുത്തരും എവിടെയാണെന്ന് അവർ പുനർവിചിന്തനം നടത്തേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതകളിൽപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാനിതാ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് സത്യസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഓരോ മുഅ്മിനിനും ഒന്നാമതായി ബാധ്യതയുള്ള കാര്യമാണ് ഇത്തിബാഉഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പൂർണ്ണമായി പിന്തുടരുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥകൾ വായിക്കാനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ കേട്ടുപോകാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. മറിച്ച് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ പൂർണ്ണമായി പിൻപറ്റാനാണ്. എന്നാൽ ആ പിൻപറ്റുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നുള്ളതും റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ നബിയേ, നിന്റെ ഉമ്മത്തിനോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റേണ്ടതുണ്ട്. യുഹ്ബിബുകുമുല്ലാഹ്,
എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവരുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹു തആല പറയുന്നത് തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ, പക്ഷെ എല്ലാവർക്കും ആ മാതൃകയില്ല. നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടണം, പരലോകത്ത് വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർ, ഇവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവനാണെന്ന് സത്യസന്ധമായി പറയുന്നുണ്ട് എങ്കിൽ നീ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൽപ്പനകൾ പിൻപറ്റേണ്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിലക്കുകൾ നീ മാനിക്കേണ്ടവനാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവനാണ്. അതാണ് നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒന്നാമത്തെ ബാധ്യത എന്ന് നീ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ജീവതുല്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. നിന്റെ ജീവനേക്കാൾ നിനക്ക് പ്രിയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനായിരിക്കണം, അവിടുത്തേക്കായിരിക്കണം എന്നുള്ളതാണ്. മറ്റെല്ലാ കാര്യങ്ങളെക്കാളും, നിന്റെ മറ്റെല്ലാ ഇഷ്ടങ്ങളെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ സ്നേഹിക്കണം, അവിടുത്തെ ഇഷ്ടങ്ങളെ നീ അതുപോലെ പിൻപറ്റണം. നോക്കൂ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല, നിങ്ങൾ എനിക്കാകുന്നത് വരെ, നിങ്ങൾ എനിക്കാകണം നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യം നമ്മൾ നടപ്പിൽ വരുത്തുക? നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് ഈ ഹദീസ്. എന്താണ് ഈ ഹദീസ് കൊണ്ടുള്ള പൊരുൾ? എന്താണ് സഹോദരങ്ങളെ ഈ ഹദീസ് കൊണ്ടുള്ള പൊരുൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അവിടുന്ന് വിലക്കിയ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുകയും നീ ഇഷ്ടപ്പെടുന്ന നിന്റെ മാതാപിതാക്കൾ, നിന്റെ സഹോദരങ്ങൾ, നിന്റെ മക്കൾ, അതുപോലെ തന്നെ നീ ഇഷ്ടപ്പെടുന്ന നിന്റെ സമ്പത്ത് എന്തുമാകട്ടെ അത് മറുഭാഗത്ത് നിൽക്കുകയും ചെയ്താലും, അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അവിടുത്തെ ഇഷ്ടം ഞാൻ പാഴാക്കാൻ പാടില്ല, അവിടുത്തെ വിലക്കുകൾ ഞാൻ ലംഘിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഏറ്റവും മറ്റെല്ലാവരെക്കാളും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതല്ലാതെ നീ നാവ് കൊണ്ട് നിനക്ക് എളുപ്പം പറയാൻ പറ്റുന്ന കാര്യമല്ല. നിനക്ക് നാവ് കൊണ്ട് എളുപ്പം പറയാൻ സാധിക്കുകയില്ല ഞാൻ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. നീ നിന്റെ പ്രവർത്തികൾ കൊണ്ട് അത് തെളിയിക്കേണ്ടതാണ്. നിന്റെ പ്രവർത്തികളാണ് പറയേണ്ടത് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്നുള്ളത്. അതല്ലാതെ നാവുകൾ കൊണ്ട് നീ കേവലം മദ്ഹുകൾ പാടുന്നവനായിക്കൊണ്ടോ, കേവലം റസൂലുള്ളാഹിന്റെ സ്തുതി പറയുന്നവനായിക്കൊണ്ടോ കാര്യമില്ല. മറിച്ച് അതാദ്യം നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ പ്രവർത്തികൾ കൊണ്ട് നീ തെളിയിക്കേണ്ടതുണ്ട്. അതാണ് കാര്യം എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ ഒരു കാര്യത്തിലും നീ മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ലാ തുഖദ്ദിമൂ ബൈന യദൈല്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ വല്ല കാര്യത്തിലും മുൻകടന്ന് പ്രവർത്തിച്ചാൽ അല്ലാഹു അത് കേൾക്കുകയും അറിയുകയും ചെയ്യും. അല്ലാഹുവിന്റെ താക്കീതാണ്. മഹാനായ ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഈ ആയത്തിന്റെ തഫ്സീർ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടക്കാൻ പാടില്ല എന്നതിന്റെ വിവക്ഷ ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്നഹ്, ഖുർആനിനും സുന്നത്തിനും നീ എതിര് പറയാൻ പാടില്ല എന്നതാണ് അതിന്റെ താല്പര്യം. സഹോദരങ്ങളെ, നാം എത്ര പേടിക്കേണ്ട കാര്യമാണ്. ദീനിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നാം എത്ര പേടിക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ കിതാബിലുള്ള ഒരു കാര്യത്തിനെതിരായി നാം ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ച സുന്നത്തിനെതിരായിട്ട് നാം ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. നാം അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നാം ഒരിക്കലും അതിനെതിരെ സംസാരിക്കാൻ പാടില്ല. കിതാബിലും സുന്നത്തിലും ഉള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അതാണ് ഏറ്റവും വലിയ സത്യം. അതിനേക്കാൾ സത്യമുള്ള ഒരു കിതാബും ലോകത്തില്ല.
അതിനേക്കാൾ സത്യമുള്ള ഒരു നിയമവും ലോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടന്ന് പ്രവർത്തിക്കുക എന്നതിൽപ്പെട്ടതാണ് അവിടുന്ന് കാണിച്ചു തരാത്ത കാര്യങ്ങൾ ദീനിൽ നമ്മൾ പുതുതായി ഉണ്ടാക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഈ ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. അവിടുന്ന് അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിസ്കരിക്കാനും നോമ്പെടുക്കാനും സക്കാത്ത് കൊടുക്കാനും ഹജ്ജ് ചെയ്യാനും എല്ലാം അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനധികം നിസ്സാരമാണെന്ന് ആളുകൾക്ക് തോന്നുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഉള്ള മര്യാദകൾ, ഒരു ഉരുവിനെ അറക്കുമ്പോൾ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അങ്ങനെ തുടങ്ങിയ ചെറുതും വലുതുമായ ബാത്റൂമിലെ മര്യാദകൾ പോലുമുള്ള ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങനെ ഇരിക്കെ ചില ആളുകൾ തീരുമാനിക്കുകയാണ് അതൊന്നും പോരാ, ഇനി ചില കാര്യങ്ങൾ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട് എന്നവർ തീരുമാനിക്കുകയും ചില കാര്യങ്ങൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുകയും അത് ആളുകൾ ചെയ്യുകയും ചെയ്താൽ, സഹോദരങ്ങളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻകടക്കലാണ്. അത് അല്ലാഹു ഒട്ട് സ്വീകരിക്കുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തള്ളിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് താക്കീത് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, എന്റെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ, മാ ലൈസ മിൻഹു, അതിലില്ലാത്തതായ പുതു കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, അവിടുന്ന് പറഞ്ഞത് മാ ഫീ അംരിനാ ഹാദാ എന്നാണ്, ഈ കാര്യത്തിൽ എന്നാണ്. ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ദുനിയാവിന്റെ കാര്യത്തിലല്ല, നീ നിന്റെ വീട്ടിന്റെ കെട്ടിടം അത് മാറ്റിപ്പണയുന്നതിലല്ല, അതുപോലെ തന്നെ നീ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലല്ല, നിന്റെ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാത്ത തരം പുതുവസ്ത്രങ്ങൾ നീ ഉപയോഗിക്കുന്നതിനല്ല, മറിച്ച് ദീനിന്റെ കാര്യം, അത് ദീനുൽ ഇസ്ലാമിന് റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ ഒന്നേ ഉള്ളൂ. അതിന്റെ നിയമങ്ങൾ മാറാനില്ല, അതിലൊട്ട് കുറയാനില്ല, അതിലൊട്ട് കൂടാനുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരെങ്കിലും അങ്ങനെ പുതുതായി ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? കാരണം പുതുതായി അവൻ ഉണ്ടാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അത് അർത്ഥമാക്കുന്നത്. ഒന്ന്, ആ ദീൻ പൂർണ്ണമായിരുന്നില്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ പൂർത്തിയാക്കാതെ അങ്ങനെ പാതി വഴിയിൽ വിട്ടേച്ചു എന്നാണ്. ഇത്തരം ചില കാര്യങ്ങൾ കൂടി ചെയ്താലേ ആ ദീൻ പൂർത്തിയാവുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അതല്ല എങ്കിൽ രണ്ടാമത് പറയാനുള്ളത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യം തന്നെ. എന്താണത്? അള്ളാഹു എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അവിടുന്ന് സ്വർഗത്തിലേക്ക് എത്തേണ്ട ചില കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് അവിടുന്ന് പറയാതെ ബാക്കി വെച്ചിട്ടുണ്ട്. നഊദു ബില്ലാഹ്, ഈ കാര്യമായിരിക്കും അവർ ജൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വളരെ മനോഹരമായി ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മൻ അഹ്ദസ ഫീ ഹാദിഹിൽ ഉമ്മത്തി ശൈഅ ലം യകുൻ അലൈഹി സലഫുഹാ, ഈ ഉമ്മത്തിന്റെ ആദ്യ തലമുറക്കാർ, സലഫുകളിൽപ്പെട്ട ആളുകൾ ചെയ്യാത്തതായ എന്തെങ്കിലും കാര്യം പുതുതായി ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഫഖദ് സഅം, അവൻ വാദിക്കുന്നത്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ, ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ലിഅന്ന അല്ലാഹ യഖൂൽ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം ഇതാ ദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇതാ എന്റെ നിഅമത്ത്, ഈ അനുഗ്രഹം അള്ളാഹു അത് പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു തൃപ്തിപ്പെട്ട മതമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾ ആചരിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫമാ ലം യകുൻ യൗമഇദിൻ ദീന, അന്നേ ദിവസം ഏത് കാര്യമാണോ ദീനല്ലാത്തത്, ഫലാ യകൂനുൽ യൗമ ദീന, ഇന്നത് ദീനാവുകയില്ല. അള്ളാഹു തആല അന്ന് പൂർത്തിയാക്കിയ ദീനിൽ ഇനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ബിദ്അത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഈ ആയത്ത് അറിയുന്നവരാണെങ്കിൽ അവർ ചിന്തിക്കട്ടെ, പിന്നീട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര വലിയ നന്മ അറിയിച്ചു തന്നിട്ടില്ല എന്നാണോ? നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നത്, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്നഹ് വയുബാഇദു മിനൻ നാർ ഇല്ലാ വഖദ് ബുയ്യിന ലക്കും, ഒരു കാര്യം ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ, നിങ്ങളെ നരകത്തിൽ നിന്നും അകറ്റിക്കളയുന്നതായ ഒരു കാര്യവും ഞാൻ വിട്ടേച്ചു പോയിട്ടില്ല, അത് നിങ്ങൾക്ക് വ്യക്തമാക്കി നൽകാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി സഹോദരങ്ങളെ പറയുകയാണ്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ, ഈ പറയുന്ന ഈ ബിദ്അത്തുകൾ കൊണ്ടുവരുന്ന ആളുകൾ, പുതുതായി ദീനിൽ അമലുകൾ കൊണ്ടുവരുന്ന ആളുകൾ, അവർ ശ്രദ്ധിക്കേണ്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ അവർ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അനുസരിക്കാൻ പറഞ്ഞത് അല്ലാഹുവിനെയും റസൂലിനെയുമാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ മടങ്ങിച്ചെല്ലാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കുമാണ്. നോക്കൂ, അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കണം. വഉലിൽ അംരി മിൻകും, നിങ്ങളിലുള്ള ഭരണാധികാരികളെയും അതുപോലെ തന്നെ പണ്ഡിതന്മാരെയും നിങ്ങൾ അനുസരിക്കണം. ഫൈൻ തനാസഅതും ഫീ ഷൈ, ഇനിയല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി, ചില ആളുകൾ പറയുന്നു അതുള്ളതാണ്, ചില ആളുകൾ പറയുന്നു അല്ല അത് തെറ്റാണ്, ബിദ്അത്താണ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും മടങ്ങണം. അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങണം. റസൂലിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ ജീവിതകാലത്താണെങ്കിൽ അവിടത്തേക്ക് നേരിട്ട് പോയി ചോദിക്കണം. വഫാത്തിന് ശേഷമാണെങ്കിൽ അവിടുത്തെ സംസാരമായ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയ സ്വഹീഹായ അവിടുത്തെ ഹദീസുകളിലേക്ക് നീ മടങ്ങേണ്ടതുണ്ട്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നീ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറു വ അഹ്സനു തഅ്വീല, അതാണ് ഏറ്റവും നന്മയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള നിലപാട്, അതാണെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ നമ്മൾ നോക്കേണ്ടത് അള്ളാഹുവിന്റെ കലാമിലുണ്ടോ, കിതാബിലുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച കിതാബിനെ വിശദീകരിക്കാനുള്ള ബാധ്യതയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ടോ എന്നാണ്. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീകും അംറൈനി, നിങ്ങൾക്ക് രണ്ട് കാര്യം ഞാൻ വിട്ടേച്ചു പോയിട്ടുണ്ട്. ലൻ തദില്ലു, നിങ്ങൾ വഴിവഴിച്ചു പോകുകയില്ല. മാ തമസ്സക്തും ബിഹാ, നിങ്ങൾ അത് മുറുകെ പിടിക്കുന്നത് വരെ. കിതാബ് അല്ലാഹി വ സുന്നത്ത് നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വഴിവഴിച്ചു പോകാതിരിക്കാൻ നാം മുറുകെ പിടിക്കേണ്ട മാതൃക എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ കലാം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഖുർആനിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, ഹദീസിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണത്? ഈ മുൻഗാമികൾ ഈ ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ മനസ്സിലാക്കി അമല് ചെയ്തു, അത് നിങ്ങൾ നോക്കണം. കാരണം ചില ആളുകൾ അവർ ഖുർആനിലുണ്ടെന്നും ഹദീസിലുണ്ടെന്നും പറഞ്ഞ് ആളുകളെ വഴിവേൽപ്പിക്കും. അപ്പോഴും നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കും. ഈ ഖുർആനും സുന്നത്തും മുൻഗാമികൾക്ക് മനസ്സിലായില്ലേ? സ്വഹാബികൾക്ക് മനസ്സിലായില്ലേ? താബിഈങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്ബാഉകൾക്ക് മനസ്സിലായില്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് മുറുകെ പിടിക്കാൻ പറഞ്ഞ മാർഗമാണ്. അവിടുന്ന് പറഞ്ഞു, ഫൈന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ജീവിക്കുന്നവരെ ഇതുപോലെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾ എന്റെ ചര്യയെ മുറുകെ പിടിക്കണം. വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ സന്മാർഗികളായ എന്റെ ഖുലഫാക്കളെ, സ്വഹാബികളെ നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകു ബിഹാ, അത് നിങ്ങൾ വളരെ കൃത്യമായി മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് വിട്ടുപോകാത്ത രൂപത്തിൽ കടിച്ചു പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, അവർക്ക് ശേഷം പിൽക്കാലത്തുണ്ടാകുന്ന ബിദ്അത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ്, കാരണം പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ബിദ്അത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല, അത്തരം ബിദ്അത്തുകളിൽ ഒരു നന്മയുമില്ല, എല്ലാം വഴികേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഖുർആനിലും സുന്നത്തിലുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. മുൻഗാമികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അവർ ചെയ്യാതെ വിട്ടേച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടേക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഖൈറുക്കും ഖർനി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മയുള്ളവർ എന്റെ ഈ നൂറ്റാണ്ടിലുള്ളവരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ശേഷക്കാർ ആദ്യ 3 നൂറ്റാണ്ടുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുള്ളവർ എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അവർ ഒഴിവാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള അടിസ്ഥാനങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം നാം കൊണ്ടാടാത്തത്, ആചരിക്കാത്തത്? റബീഉൽ മാസം വരുമ്പോൾ പ്രത്യേകമായ ഇബാദത്തുകൾ നമ്മൾ അതിൻ്റെ പേരിൽ വർദ്ധിപ്പിക്കാത്തത്? റബീഉൽ അവ്വൽ 12-ന് തോരണങ്ങൾ കെട്ടി ജാഥ നടത്തി പായസം വിതരണം ചെയ്ത് എന്തുകൊണ്ടാണ് മൗലിദുകൾ പാരായണം ചെയ്യാത്തത് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ രൂപത്തിൽ സഹോദരങ്ങളെ നിങ്ങൾക്കത് എണ്ണി പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് ബിദ്അത്താണ്. ആ ബിദ്അത്തിന്റെ അപകടത്തെക്കുറിച്ച് ചെറിയ തോതിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത കാര്യമാണ്. സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത മാർഗമാണത്. അയിമ്മത്തുകൾക്ക് പോലും അതിനെക്കുറിച്ച് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എവിടെ, സ്വഹീഹുൽ ബുഖാരിയിലോ മുസ്ലിമിലോ അതുപോലെ തന്നെ തിർമിദിയിലോ ഇബ്നു മാജയിലോ ഇതുപോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നിലും ഇങ്ങനെ ഒരു അധ്യായമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അത് അങ്ങേയറ്റം ആഘോഷിക്കപ്പെടേണ്ട, അങ്ങേയറ്റം ആഹ്ലാദിക്കപ്പെടേണ്ട, പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ട ഒന്നായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ അത് പാഴാക്കി കളഞ്ഞു? അവർ ചെയ്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ലാത്തവരാണോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ? നഊദു ബില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വശരീരം നൽകാൻ തയ്യാറായ ആളുകളാണ് അവർ. അവരിൽ ചിലരെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, ഇതാ ഞാൻ നിന്നെ വെറുതെ വിടാം, പകരം റസൂൽ എവിടെയാണുള്ളത് എന്ന് നിങ്ങൾ പറയണം, മുഹമ്മദ് എവിടെയാണെന്നുള്ളത് കാണിച്ചു തരണം, ഞങ്ങൾ മുഹമ്മദിനെ കൈകാര്യം ചെയ്തു കൊള്ളാം, നിന്നെ വെറുതെ വിടാം. അവർ മറുപടി പറഞ്ഞത് അങ്ങനെയല്ല. അവർ പറയുന്നത്, ഇതാ എന്റെ ശരീരം നീ കൊല്ലുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഒരു മുള്ളുകൊണ്ട് വേദനിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയായിരിക്കും ഞാൻ തയ്യാറാവുക. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മുള്ളുകൊണ്ട് പ്രയാസമുണ്ടാകുന്നത് പോലും എന്റെ ജീവനേക്കാളും എനിക്ക് പ്രയാസമുള്ള കാര്യമാണ് എന്ന് സ്വഹാബികൾ പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സ്വഹാബികൾ സഹോദരങ്ങളെ ഈ ആചരിക്കാത്ത ഈ കാര്യം അത് ബിദ്അത്തല്ലാതെ പിന്നെ മറ്റേതാണ് ബിദ്അത്തായിട്ടുള്ളത്? മറ്റേതാണ് ബിദ്അത്തായിട്ടുണ്ടാവുക? സ്വഹാബികൾക്ക് പരിചയമില്ല, താബിഈകൾക്ക് പരിചയമില്ല, മുൻഗാമികളായ ഇമാമുമാർക്ക് ആർക്കും പരിചയമില്ല. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, പിന്നീട് ഇത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ആദ്യമായി ഇത് കൊണ്ടുവരുന്നത് ഈജിപ്തിലാണ്, മിസ്റിലാണ്. അവിടെയുള്ള ഷിയാക്കളായ റാഫിലുകളായ ഫാത്തിമികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പണ്ഡിതന്മാർ ഉബൈദിയാക്കൾ എന്ന് പറയുന്ന അവരെ കുറിച്ച് രണ്ട് അഭിപ്രായമാണ്. ഒന്നുകിൽ അവർ നിരീശ്വരവാദികളാണ്, ഇനി ഏറ്റവും കുറഞ്ഞത് അവരെ കുറിച്ച് പറയപ്പെടുന്നത് സ്വഹാബികളെ ചീത്ത പറയുന്ന, ലഅനത്ത് പറയുന്ന, അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാനിന്റെയും അലിന്റെയും വേണ്ട, മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളിൽ ചില ആളുകളെ മാറ്റി നിർത്തി ബാക്കിയുള്ളവരെ മുഴുവൻ ചീത്ത പറയുന്ന റാഫിദുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണെന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരായ ഉബൈദിയാക്കളാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനെ ജന്മദിനം കൊണ്ടാടിയത് എന്നുള്ളത് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണിത് സഹോദരങ്ങളെ. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ കാണിച്ചു തരാത്ത ഒരു ചര്യ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബികളെ വെറുക്കുന്ന, ശപിക്കുന്ന, വ്യഭിചാരം ആരോപിക്കുന്ന വൃത്തികെട്ടവരായ ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് ദീനിൽ തെളിവായി തീരുക? നബിദിനം ഒഴിവാക്കാൻ നമുക്ക് ഇതിൽ പരം എന്തു വേണം? നമുക്ക് ഈ ഷിയാക്കൾ പോകുന്ന, ഈ റാഫിലുകൾ പോകുന്ന നരകമാണോ നമുക്ക് താല്പര്യം? അതല്ല, റസൂലിന്റെയും സ്വഹാബത്തിന്റെയും അയിമ്മത്തുകളെയും സ്വർഗമാണോ നമുക്ക് താല്പര്യം? നമ്മൾ ചിന്തിക്കുക, ആരുടെ പാതയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ സഹോദരങ്ങളെ ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത് ഏക അഭിപ്രായമുള്ള കാര്യമേ അല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കൂ, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. റബീഉൽ അവ്വലിൽ തന്നെ വ്യത്യസ്ത ദിനങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതല്ലാത്ത മാസങ്ങൾ പോലും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചിന്തിക്കേണ്ട കാര്യം സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ പോലും കൃത്യമായ ഏകഭിപ്രായമില്ലാത്തത്? ദീനുൽ ഇസ്ലാമിൽ ഏകഭിപ്രായമുള്ള എത്ര മസ്അലകളാണ് നമുക്കുള്ളത്? എത്ര മസ്അലകളാണ് നമുക്കുള്ളത്? എത്ര ചരിത്രങ്ങളാണ് നമുക്കുള്ളത്? ബദർ ദിനം എവിടെ, ബദർ എന്നാണ് സംഭവിച്ചത്? അഭിപ്രായ വ്യത്യാസമില്ല.
രണ്ടു പെരുന്നാൾ ദിനം എപ്പോഴാണെന്ന് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇതങ്ങനെ മനസ്സിലാക്കേണ്ട, പാഠം ഉൾക്കൊള്ളേണ്ട, അതല്ലെങ്കിൽ പ്രത്യേകമായി എന്തെങ്കിലും അമലുകൾ ചെയ്യേണ്ട ഒരു ദിനമായിരുന്നെങ്കിൽ അവിടുന്ന് അത് പറയാതിരിക്കുമോ? ഒരു ഹദീസിൽ വരാതിരിക്കുമോ? സ്വഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമോ? സഹോദരങ്ങളെ, ചിന്തിക്കുക. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇത്തരം ബർത്ത്ഡേ കൊണ്ടാടുക എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അല്ല, ഇത് മുൻകാലത്തുള്ള അമ്പിയാക്കൾക്ക് പോലുമില്ല. അങ്ങനെയെങ്കിൽ അതാത് കാലഘട്ടത്തിലുള്ള അമ്പിയാക്കൾ, അതിൽ ഉലുൽ അസ്മിൽപ്പെട്ട ആളുകൾ പോലുമില്ലേ? അവരുടെ നബിദിനങ്ങളും കൊണ്ടാടേണ്ടതില്ലേ? നോക്കൂ, മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദിനം പോലും ഈ ആളുകൾ പറയുന്ന ഡിസംബർ 25 എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുൻകഴിഞ്ഞ നബിമാരോ ആരും തന്നെ ജന്മദിനങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ദീനുൽ ഇസ്ലാമിന് അത് യാതൊരു മാതൃകയുമില്ല. മറിച്ച് അത് ഇതര വിശ്വാസികൾക്കുള്ള അവരുടെ ആചാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാത്തതുപോലെ തന്നെ നിന്റെ വീടുകളിലുള്ള നിന്റെ മക്കളുടെയും പേരക്കുട്ടികളുടെയും ഒരു നിലക്കുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളും പാടില്ല മുസ്ലിമേ. അത് നിനക്ക് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു ആചാരം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അത് നീ കേക്ക് മുറിച്ചിട്ടാണെങ്കിലും ശരി, പായസം വെച്ചിട്ടാണെങ്കിലും ശരി, മറ്റെന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ കുട്ടികൾക്ക് മുട്ടായി വാങ്ങി കൊടുത്തിട്ടാണെങ്കിലും ശരി, നിനക്ക് മാതൃകയില്ലാത്ത കാര്യമാണ്. നീ ചെയ്യാൻ പാടില്ല, ഒഴിവാക്കേണ്ട കാര്യമാണ്. അത് പ്രത്യേകം നീ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ദീനുൽ ഇസ്ലാമിൽ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്നുള്ളത് ഉറപ്പ് പോലുമില്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വളരെ ഗൗരവമുള്ള കാര്യമാണ്, ഇതൊരു ബിദ്അത്താണെന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ശിർക്കൻ പ്രവർത്തനങ്ങളും കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുന്നത് തെറ്റാണോ? അവരുടെ ചോദ്യമാണ്. നമുക്ക് ഉത്തരം തെറ്റല്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യാം, പക്ഷെ ഈ ആളുകൾ ചെയ്യുന്നത് പോലെ പ്രത്യേകമായ ദിവസം തയ്യാറാക്കി, പ്രത്യേകമായ മജ്ലിസ് തയ്യാറാക്കി ചെയ്യുക എന്ന് പറയുന്നത് സ്വഹാബികൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. രണ്ടാമത്, ഈ പറയുന്ന മദ്ഹുകളിൽ എല്ലാം തന്നെ മദ്ഹുകൾ മാത്രമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത പരിധി വിടൽ അതിലുണ്ട്. അവിടുന്ന് താക്കീത് ചെയ്തതാണ്, ലാ തുത്രൂനി കമാ തുറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നസാറാക്കൾ, ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ പാടിപ്പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടിപ്പുകഴ്ത്താൻ പാടില്ല. ഇന്നമാ അന അബ്ദുല്ലാഹി വറസൂലുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ്. നിങ്ങൾ ഇങ്ങനെ അധികമായി പാടിപ്പുകഴ്ത്താൻ പാടില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ പാടിപ്പുകഴ്ത്തുന്ന പല മൗലിദിന്റെ വരികളിലും കേവലം മദ്ഹുകൾ മാത്രമല്ല, മറിച്ച് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തുകയാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പാടിപ്പറയുകയാണ്. അവർ പറയുന്നു, ഹാദൻ നബിയു മഅൽ അഹ്ബാബി ഖദ് ഹദറ. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇഷ്ടക്കാരോടൊപ്പം ഇവിടെ ഹാജരായിട്ടുണ്ട്. അവർ വിശ്വാസത്തിൽപ്പെട്ടതാണ്, ബിദ്അത്തിന്റെ വിശ്വാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിന്റെ സദസ്സിൽ ഹാജരാകുമെന്നുള്ള വിശ്വാസം സഹോദരങ്ങളെ മുൻഗാമികൾ ആരും പഠിപ്പിച്ചിട്ടില്ല. തനിച്ച ഷിയാക്കളുടെ വിശ്വാസമാണത്. എന്നിട്ട് പറയുന്നു, വസാമഹൽ കുല്ല ഫീമാ ഖദ് മളാ വജറ. ഇതുപോലെ ഈ മൗലിദിന്റെ സദസ്സിലുള്ള മുഴുവൻ ആളുകളുടെയും കഴിഞ്ഞുപോയ പാപങ്ങൾ അവിടുന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് പറയുകയാണ്. അതുപോലെ നമുക്ക് എത്ര വരികൾ അറിയാം. ഈ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് തന്നെ പ്രാർത്ഥിക്കുന്ന, സഹായം ചോദിക്കുന്ന പാപങ്ങൾ ഒരുപാടുണ്ട്, അങ്ങനെക്ക് കൈപിടിക്കണം, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എന്നെല്ലാം പറയുന്ന ശിർക്കൻ വരികൾ ഉൾപ്പെടുന്നുണ്ട് സഹോദരങ്ങളെ ഈ മൗലിദ് സദസ്സുകളിൽ. അതുകൊണ്ട് അത് കേവലം ബിദ്അത്തിൽ നിന്നും മാത്രമല്ല, മറിച്ച് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന കൊടിയ ശിർക്കാണ് സഹോദരങ്ങളെ അതിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അവസാനമായി സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഒരു ഈദാക്കി മാറ്റുകയാണ്, ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് രണ്ട് ഈദേ ഉള്ളൂ എന്നുള്ളതാണ്. ഒന്ന് ഈദുൽ അദ്ഹയാണ്, മറ്റൊന്ന് ഈദുൽ ഫിത്റാണ്. രണ്ട് ഈ ആഘോഷങ്ങളല്ലാതെ മൂന്നാമതൊരു ആഘോഷം സഹോദരങ്ങളെ നമുക്ക് ഈദായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ആഘോഷ ദിനമാക്കി മാറ്റുമ്പോൾ ആ നിലക്ക് കൂടി അത് ബിദ്അത്തായ ഹറാമായ കാര്യമാണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണം. പല ആളുകൾക്കും ചെയ്യാനുള്ള അവരുടെ തെളിവെന്ന് പറയുന്നത് നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതാണ് അവർക്ക് തെളിവ്. സ്വഹാബികളിലേക്കോ അയിമ്മത്തുകളിലേക്കോ അവർക്ക് തെളിവില്ല. ഞാനിത് ഈ നാട്ടിൽ ഒരുപാട് കാലമായി ഈ മഹല്ലിൽ കൊണ്ടാടുന്നുണ്ട്. എൻ്റെ ഉപ്പ ചെയ്തിട്ടുണ്ട്, ഉപ്പാപ്പ ചെയ്തിട്ടുണ്ട്, ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് അവരുടെ തെളിവ്. സഹോദരങ്ങളെ, അത്തരക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹു തആല പറയുന്നു, നോക്കൂ, വൈദാ ഖീല ലഹും തആലു ഇലാ മാ അൻസലല്ലാഹു വ ഇലാ റസൂൽ.
അള്ളാഹു അവതരിപ്പിച്ചതിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലേക്കും മടങ്ങൂ എന്ന് നീ അവരെ ക്ഷണിച്ചാൽ ഖാലു ഹസ്ബുനാ മാ വജദനാ അലൈഹി ആബാഅനാ, നമ്മുടെ ഉപ്പാപ്പമാരും ഉപ്പമാരൊക്കെ ചെയ്ത അത് തന്നെ എനിക്ക് മതിയായതാണ്. അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അള്ളാഹു ചോദിക്കുകയാണ് അവരുടെ പിതാക്കൾ അറിവില്ലാത്തവരും അതുപോലെ ഹിദായത്തിലല്ലാത്തവരുമാണെങ്കിലും ഇങ്ങനെയാണോ പറയുന്നത്? ആ പറയുന്ന മാതാപിതാക്കൾ ചെയ്തത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണോ? അല്ല, അവർക്കറിവില്ലായിരുന്നു, അവർ ഹിദായത്തിലായിരുന്നില്ല, അവർ അബദ്ധത്തിലായിരുന്നു. എന്നിട്ട് നിങ്ങൾ അവരെ പിൻപറ്റുകയാണോ? അള്ളാഹു തആല ചോദിക്കുകയാണ്. മറ്റൊരിടത്ത് പറയുന്നത് കാണാം, വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് നിങ്ങൾ വരിക, പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഖാലൂ ബൽ നത്തബിഉ മാ അൽഫൈന അലൈഹി ആബാഅനാ, നമ്മുടെ പൂർവ്വപിതാക്കൾ ഏതൊരു മാതൃകയിലാണ് ഉണ്ടായിട്ടുള്ളത് അതിലേക്ക് ഞങ്ങൾ പിൻപറ്റുന്നതായിരിക്കും. അള്ളാഹു ചോദിക്കുന്നു, അവലൗ കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പൂർവ്വപിതാക്കൾ ഒന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഹിദായത്തിലല്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വേറെ ചില ആളുകൾക്കുള്ള ന്യായം എന്ന് പറയുന്നത് ഇവിടുള്ള ഉസ്താദന്മാരും വലിയ വലിയ പഠിച്ച ആളുകളുമൊക്കെ ദർസിൽ ഓതിയ ആളുകളൊക്കെ പണ്ഡിതന്മാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ചില ആളുകളുടെ ന്യായം. അള്ളാഹു തആല താക്കീത് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുക, പരലോകത്തെത്തുമ്പോഴുള്ള സംഭവമാണത്. യൗമ തുഖല്ലബു വുജൂഹഹും ഫിന്നാർ, അന്നേ ദിവസം ഇതാ അവർ നരകത്തിന്റെ മുന്നിലെത്തിക്കൊണ്ട് നരകം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. യഖൂലൂന, അവർ പറയും, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂൽ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് കൊതിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഖുർആനിലുള്ളത് ചെയ്താൽ മതിയായിരുന്നു, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ ഉള്ളത് മാത്രം ഞാൻ ചെയ്താൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം പരലോകത്ത് വരുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. വഖാലു, എന്നിട്ട് അവർ വിലപിച്ചുകൊണ്ട് പറയും, റബ്ബന ഇന്നാ അതഅനാ സാദതനാ വകുബറാഅന, റബ്ബേ ഞങ്ങളുടെ നേതാക്കന്മാരെയും അതുപോലെ വലിയ വലിയ ആളുകളെയും ഒക്കെ പ്രമാണികളെയും ഒക്കെ ഞങ്ങൾ പിൻപറ്റിപ്പോയി. ഫഅദല്ലൂന സബീല, അവർ ഞങ്ങളെ വഴികേടിലാക്കി റബ്ബേ എന്നവർ വിലപിച്ചു പറയും. എന്നിട്ട് അവർക്കെതിരെ അവിടെ വെച്ച് ദുആ ചെയ്യും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിഹിം ദിഅഫൈനി മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ശിക്ഷ ഈ ആളുകൾക്ക് നൽകണം റബ്ബേ, വൽ അൻഹും ലഅനൻ കബീറ, വലിയ ശാപം അവർക്ക് നീ നൽകണമേ റബ്ബേ എന്ന് അവിടെ വെച്ച് വിലപിക്കുമെന്നാണ്. സഹോദരങ്ങളെ, നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഈ വിലാപത്തിന് ഒരു വിലയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് പറയുകയാണ്, എത്ര വലിയ ഉസ്താദന്മാരാണെങ്കിലും ശരി, എത്ര വലിയ നേതാക്കന്മാരാണെങ്കിലും ശരി, ഖുർആനും ഹദീസും അല്ല അവരുടെ ആധാരമെങ്കിൽ അവരെ പിൻപറ്റി കഴിഞ്ഞാൽ അവർക്കെതിരെ ദുആ ചെയ്യുന്ന ഒരു സംഭവം പരലോകത്തുണ്ട് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ താക്കീത് ചെയ്തിട്ടും നമ്മൾ പിന്നെയും അവരെ പിൻപറ്റാൻ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? അതുപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ന്യായം എന്ന് പറയുന്നത് ലോകത്ത് മുഴുവനുണ്ടല്ലോ എന്നാണ്. ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്, അഫ്ഗാനിസ്ഥാനിലുണ്ട്, അതുപോലെ ശ്രീലങ്കയിലുണ്ട്, അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്, നീ ഭൂമിയിലുള്ള അധിക ആളുകളെയും പിൻപറ്റിയാൽ യുദല്ലൂക അൻ സബീലില്ലാഹ്, അവർ അള്ളാഹുവിന്റെ വഴിയിൽ നിന്നും നിന്നെ തെറ്റിച്ചു കളയും, പിഴപ്പിച്ചു കളയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ചില ആളുകൾക്ക് തെളിവ് അതാണ്, ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ തെളിവ് ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, നമ്മുടെ മുൻഗാമികളായ സ്വഹാബികൾ അതങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് മാത്രമാണ്. ശേഷക്കാരായ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചാൽ പോലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അതൊരു തെളിവല്ല എന്ന അടിസ്ഥാനം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ ബിദ്അത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു ബിദ്അത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അബദ്ധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ മസ്ജിദിന് വേണ്ടി നിങ്ങൾ ധാരാളമായി ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കൃത്യമായി പ്രചരിപ്പിക്കാൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ച് പറയാൻ നമുക്ക് മെമ്പറിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മക്കളെ ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കാനും അതുപോലെ മദ്രസ അധ്യാപനങ്ങൾ നൽകാനും 100ഓളം കുട്ടികൾക്ക് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദുആ കൊണ്ടും സാമ്പത്തികമായും ദുആകൾ കൊണ്ടും നിങ്ങൾ എപ്പോഴും ഈ മസ്ജിദിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ മസ്ജിദിനെതിരെ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുക.
നിങ്ങളുടെ വ്യക്തിപരമായ പ്രയാസങ്ങളോ മറ്റോ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദ് പഠിപ്പിക്കപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൃത്യമായി പഠിപ്പിക്കപ്പെടുന്ന, സഹാബികളുടെ മാർഗം കൃത്യമായി വിശദീകരിക്കപ്പെടുന്ന ഒരു മസ്ജിദിനെതിരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരികയാണെങ്കിൽ ഇരു ലോകത്തും നിങ്ങൾക്ക് ഗൗരവമുള്ള ശിക്ഷ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈയൊഴിയൽ നിങ്ങൾക്ക് കാണേണ്ടി വരും, പരാജയത്തിന്റെ രുചി അനുഭവിക്കേണ്ടി വരും എന്ന് താക്കീത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ ഹൃദയങ്ങൾക്ക് ഇണക്കമുണ്ടാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അബദ്ധങ്ങളിലൂടെ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.